ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ഫസ്റ്റ് കോപ്പ് ഓൺ ഓൾവേസ് പോസിറ്റീവ്. ബൈ. ഹരിയാന ഇലക്ഷൻ, ഹരിയാനയിലെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒക്ടോബർ 5-ന് ഹരിയാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കും. ഒക്ടോബർ 5-ന് ഇലക്ഷനും അതോടൊപ്പം ഒക്ടോബർ 8-നാണ് ഫലപ്രഖ്യാപനം നടക്കുന്നത്. ഹരിയാന നിയമസഭയിലേക്ക് 90 സീറ്റുകളാണുള്ളത്. ആ 90 സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അതിൽ കേവല ഭൂരിപക്ഷം നേടണമെങ്കിൽ 46 സീറ്റിൽ വിജയിക്കണം. ഹരിയാന നിയമസഭയിലേക്കുള്ള 15ാമത്തെ തെരഞ്ഞെടുപ്പാണ് അടുത്ത മാസം നടക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് നയാബ് സിംഗ് സൈനിയാണ് അവിടുത്തെ CM എന്ന് പറയുന്നത്. 2019 തെരഞ്ഞെടുപ്പിൽ BJP ആയിരുന്നു. JJP സഖ്യമായിരുന്നു വിജയിച്ചത്. അവിടുത്തെ പാർട്ടികളെക്കുറിച്ച് നോക്കുമ്പോൾ 4 മെയിൻ പാർട്ടികളാണ് അവിടെ ഉള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, BJP, ഭാരത് ജനതാ പാർട്ടി BJP, JJP ജനനായക് ജനതാ പാർട്ടി, അതോടൊപ്പം INLD ഇന്ത്യൻ നാഷണൽ ലോക്ദൾ എന്നിങ്ങനെ 4 പാർട്ടികളാണ് അവിടെ ഉള്ളത്. 2014-ലും 2019-ലും BJP ആയിരുന്നു അവിടെ വിജയിച്ചത്. 2019 BJP JJP സഖ്യം അവിടെ വിജയിക്കുകയും അതോടൊപ്പം മനോഹർ ലാൽ ഖട്ടറിൻ്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ രൂപീകരിക്കുകയും ലാൽ ഖട്ടറായിരുന്നു മുഖ്യമന്ത്രി. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ 2024 മാർച്ച് 12-ന് മനോഹർ ലാൽ ഖട്ടർ രാജിവെക്കുകയും അതേ തുടർന്ന് നയാബ് സിംഗ് സൈനി മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. 2024 നവംബറിലാണ് മന്ത്രിസഭയുടെ കാലാവധി അവസാനിക്കുന്നത്. അപ്പോൾ ഒക്ടോബർ 5-ന് ഇലക്ഷൻ നടക്കുകയും ഒക്ടോബർ 8-ന് ഫലപ്രഖ്യാപനം വരികയും ചെയ്യും. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ സ്ഥാനാർത്ഥിയായിട്ട് വിനേഷ് ഫോഗട്ട്, അതായത് ഒളിമ്പിക്സിലൊക്കെ പങ്കെടുത്ത ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് മത്സരിക്കുമെന്ന് പുറത്തുവിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. കോൺഗ്രസിന് വേണ്ടിയായിരിക്കും അദ്ദേഹം. ചുലനായി മണ്ഡലത്തിൽ നിന്നുമായിരിക്കും അദ്ദേഹം മത്സരിക്കുന്നത്. വിനേഷ് ഫോഗട്ട്. കോൺഗ്രസ് 31 പേരുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടപ്പോൾ BJP 67 പേരുടെ സ്ഥാനാർത്ഥി പട്ടികയാണ് പുറത്തുവിട്ടത് ഹരിയാനയിൽ. ഹരിയാനയുടെ ഇലക്ഷൻ്റെ ചരിത്രം നോക്കുമ്പോൾ ആകെ നടന്ന 14 തെരഞ്ഞെടുപ്പുകൾ, നിയമസഭയിലേക്ക് നടന്ന 14 തെരഞ്ഞെടുപ്പുകളിൽ 7 കോൺഗ്രസ് വിജയിച്ചു, 2 BJP വിജയിച്ചു. ബാക്കി 5 എന്ന് പറയുന്ന മറ്റ് സഖ്യങ്ങളെല്ലാം കൂടി കൂട്ടിയുള്ള മന്ത്രിസഭയായിരുന്നു അവിടെ അധികാരത്തിലെത്തിയത്. കണ്ടിന്യൂ ആയിട്ട്, അതായത് 2014-2019 വർഷങ്ങളിൽ തുടർച്ചയായിട്ട് BJP ആയിരുന്നു അവിടെ വിജയിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഈ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ നോക്കുമ്പോൾ 2019 BJP 10 ജയിച്ചെങ്കിൽ ഈ തവണ അത് 5-ലേക്കായി ചുരുങ്ങുകയാണ് ചെയ്തത്. അത് BJPക്ക് ഒരു തിരിച്ചടിയാണെന്ന് പറയാം. ആകെ മൊത്തത്തിൽ ഇവരുടെ ചരിത്രം നോക്കുമ്പോൾ 1966-ലാണ് ഹരിയാന സംസ്ഥാനം രൂപീകരിക്കുന്നത്. 1966 നവംബർ 1-ന് ഹരിയാന സംസ്ഥാനം രൂപീകരിക്കുന്നു. 1967 ആദ്യത്തെ ഇലക്ഷൻ നടക്കുന്നു. ആദ്യത്തെ ഇലക്ഷനിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു അവിടെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ് അവിടെ വിജയിച്ചതും മന്ത്രിസഭ രൂപീകരിച്ചതും. 1967 മുതൽ 2019 വരെ, 2019 ഒടുവിൽ വിജയിച്ചത് BJP ആണ്. ഇപ്പോഴത്തെ 2024 വീണ്ടും തെരഞ്ഞെടുപ്പിനെ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ കോൺഗ്രസിനാണ് കുറച്ചുകൂടെ അവിടെ മുൻതൂക്കമെന്ന് പറയാം. 4 പ്രധാനപ്പെട്ട പാർട്ടികളാണ് അവിടെ ഉള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, BJP, JJP, INLD ഇങ്ങനെ 4 പ്രധാനപ്പെട്ട പാർട്ടികളാണ് അവിടെ ഉള്ളതെന്ന് പറയാം. കോൺഗ്രസ് ആയിക്കോട്ടെ കുറച്ചുകൂടി പ്രമുഖരായ ആളുകളെയൊക്കെ സ്ഥാനാർത്ഥിയാക്കാനുള്ള പരിശ്രമത്തിലാണ് ഹരിയാനയിൽ എന്ന് പറയാം. ഹരിയാന BJP ആണെങ്കിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. മന്ത്രിസഭ രാജിവെക്കുകയും തുടർന്ന് അടുത്ത മന്ത്രി, അങ്ങനെയൊക്കെ വളരെ സന്ദർഭങ്ങളിലൂടെയാണ് BJP ഒരു ന്യൂനപക്ഷമായിട്ട് അവിടെ മാറിക്കൊണ്ടിരുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ. അതായത് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് അവരുടെ ഭൂരിപക്ഷമൊക്കെ വൻ കുറയുകയും 3 സ്വതന്ത്രരൊക്കെ അവിടെ നിന്നും അവരുടെ പിന്തുണയൊക്കെ ആദ്യം പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് ആ പിന്തുണ അവർ പിന്മാറുകയായിരുന്നു. അങ്ങനെയൊക്കെ സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായി. BJP കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുന്നു ആണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഏതായാലും ഒക്ടോബർ 5-നാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതും ഒക്ടോബർ 8-നാണ് ഫലപ്രഖ്യാപനവും. കേവല ഭൂരിപക്ഷത്തിന് 46 സീറ്റുകൾ വിജയിച്ചാലേ അവിടെ കേവല ഭൂരിപക്ഷം നേടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആകെയുള്ളത് 90 സീറ്റുകളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ, ബൈ.